ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോവോസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഷെസ്വാൻ നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ വെച്ച് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഷെസ്വാൻ സോസൊക്കെ ഉണ്ടാക്കിയെടുത്ത് അടിപൊളി ഷെസ്വാൻ നൂഡിൽസാണ് നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഷെസ്വാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോഴും ഇതുപോലെ അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കണേ, അപ്പോഴാണ് അത് വേവിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവുക. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഹക്ക നൂഡിൽസ് ആണ്. 2 പാക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. 2 പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 300 ഗ്രാം ഉണ്ടാവും. ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇത് ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു സ്റ്റെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇത് സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ആ ചൂടിലിരുന്ന് ഒന്നുകൂടി വേവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുഴഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തത്. ഇനി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ചെറുതായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. അപ്പം മാരിനേഷന് വേണ്ടി ഞാൻ 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിനോടൊപ്പം ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി, അരമുറി ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ച് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം ഇപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക. ശേഷം ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ആകെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇത് ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കരുത്. അപ്പം ഇതിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. ആ ഒരു ഫ്രൈ എന്ന് പറഞ്ഞൊരു ടെൻഡറായിട്ടിരിക്കുന്ന ആ ഒരു പാകം തന്നെ എടുക്കണം കേട്ടോ. ഡീപ്പ് ഫ്രൈ ആവാണ്ട് നോക്കിയാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേഗം നമുക്കിത് ചിക്കൻ ബ്രസ്റ്റല്ലേ, വേഗം തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതായിട്ടുണ്ട്, കറക്റ്റ് പാകമാണ്. ഞാനിപ്പോൾ ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആക്കി എടുക്കാം. ഇതെല്ലാം മാറ്റി കൊടുക്കുകയാണേ. ഷെസ്വാൻ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഓയിലും കൂടി ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. അതായത് ഉണക്കമുളക്, കാശ്മീരി ചില്ലിയാണ് കേട്ടോ. മറ്റേ നോർമൽ ഉണക്കമുളക് എടുക്കുമ്പോൾ എരിവ് വല്ലാണ്ട് കൂടുതലാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതാവുമ്പോൾ കളറും കിട്ടും, എരിവ് അത്രയും ഉണ്ടാവില്ല. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 4 പോഡ്, അതായത് 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഒരുപാടൊന്നും ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, അതിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ക്യുമിൻ സീഡിൻ്റെ ഈ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ജീരകം ഇട്ട് കൊടുത്താൽ മതി. ശേഷം 3/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ പൊടിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ 2 തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറുതാക്കി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇങ്ങനെ വലിയ പീസായാലും കുഴപ്പമില്ല കേട്ടോ. ഒരു പിടി മല്ലിയിലയും കൂടി അരിഞ്ഞത് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് തക്കാളി ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും, ഷെസ്വാൻ സോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അളവിൽ വറ്റൽമുളക് എടുത്ത് അത് കുതിർത്തി വെക്കുക വെള്ളത്തിൽ. എന്നിട്ട് അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൂടുതൽ എണ്ണ ഒഴിച്ച് ഈ നമ്മളുടെ അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ അതും പിന്നെ ജിഞ്ചർ ഗാർലിക് അരിഞ്ഞതും ഒക്കെ ഇട്ട് ആണ് ശരിക്കും ഷെസ്വാൻ സോസ് ചെയ്തെടുക്കാം.
അതാകുമ്പോൾ ഒരുപാട് നമ്മളങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ അത് എക്സസ് ആവാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഭയങ്കര സ്പൈസിയുമാണത്. അപ്പോൾ എനിക്ക് എപ്പോഴും നല്ലതായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് തോന്നിയത്. നല്ല ഫ്ലേവറാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഈ സോസ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ തക്കാളി ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ തക്കാളിയും ഈ സോസും ഒപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി. ഇനി അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് തരാം, അപ്പോഴത് നന്നായിട്ട് മിക്സായി കിട്ടുകയുള്ളൂ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ മാറ്റി വയ്ക്കാം. ശേഷം നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കാം. അപ്പം നമുക്ക് ഷെസ്വാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സിസർ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് നീളമുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒട്ടും അതൊരു കംഫർട്ടബിൾ ആയിരിക്കില്ല കഴിക്കാനായിട്ട്. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ നമ്മൾ വേവിക്കാനായിട്ട് എടുത്തപ്പോൾ അതിൻ്റെ കവർ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ കൈവച്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്താൽ മതി അത് കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ടേ. നമുക്കപ്പം നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും, സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിനോടൊപ്പം ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങനെ വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക്, അതായത് ഒരു 2-3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു സവോളയുടെ പകുതി, ഒരുപാട് സവോളയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനൊരു സവോളയുടെ പകുതി എടുത്തത്, അതും കൂടി വഴറ്റി കൊടുക്കാം. സവോളയും കൂടി വാടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ക്യാബേജ്, ഒരു 50 ഗ്രാം ക്യാബേജ് നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ഒരു ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിലരിഞ്ഞത്, റെഡ് ക്യാപ്സിക്കം പകുതി നീളത്തിലരിഞ്ഞത്, ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് സവോള വഴണ്ട് വന്നതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു ടൈപ്പ് ക്യാപ്സിക്കം ഉള്ളെങ്കിൽ അത് ഫുള്ളായിട്ട് എടുക്കുക, അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് തീ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. കാരണം ഇത് വഴറ്റിയെടുക്കല്ല, അതിൻ്റെ ആ ക്രിസ്പിനെസ് പോവാതെ തന്നെ നമുക്ക് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ വഴറ്റിയെടുക്കല്ല ചെയ്യേണ്ടത്. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് ഒരു 1 മിനിറ്റ് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കുക. അത്രയും മതിയാവും കേട്ടോ. അപ്പോൾ തന്നെ ഇതൊന്നായി കിട്ടും. ആ ഒരു ക്രിസ്പിനെസ് പോവാതെ നമുക്ക് കിട്ടണേ. 1 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്രീൻ പോർഷൻ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഷെസ്വാൻ സോസില്ലേ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊട്ടും വെള്ളം ചേർക്കാതെ അരച്ചത് കൊണ്ടാണ് കുറച്ച് കട്ടിയായിട്ട് വന്നത്. പക്ഷേ അത് ഇതിൽ കിടന്ന് ചൂടാവുമ്പോൾ ലൂസായിട്ട് വന്നോളൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഷെസ്വാൻ സോസ് ഇത് 4 ടേബിൾ സ്പൂൺ ഉണ്ട് കറക്റ്റ് കേട്ടോ. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് ടൊമാറ്റോ സോസും സോയാ സോസും ചില്ലി സോസും ഇപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുക്കാം. വിനെഗറും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ പുളിയും ഒക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് പെപ്പർ പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ ഇട്ടാലും മതി. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നൂഡിൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സ്പാച്ചുലയുടെ ഒപ്പം ഒരു ഫോർക്കും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ആക്കാൻ പറ്റും.
ഞാനപ്പോൾ ഇവിടെ ഒരു ഫോർക്കും കൂടി ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്കിത് നൂഡിൽസ് എല്ലാം മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കണ്ടതല്ലേ, നമ്മളൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഷെസ്വാൻ സോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ഫ്ലേവർഫുള്ളും ആണ് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മിക്കവാറും ഇത് നല്ല റെഡിഷ് കളറിലായിരിക്കും ഉണ്ടാവുക. അത് അവർ കളർ ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ കളർ വേണമെന്നുണ്ടെങ്കിൽ പെർമിറ്റഡ് ഫുഡ് കളർ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ നമ്മളുടെ ഷെസ്വാൻ നൂഡിൽസ് ഞാൻ സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി സ്പ്രിംഗ് ഓണിയനൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഷെസ്വാൻ നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.